Hi dears, welcome back to our channel Anu Simply Beauty. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺസ്ക്രീനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ ചാനലിൽ സൺസ്ക്രീനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു കേട്ടോ. ആ ഒരു കമൻറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്കൊട്ടും സമയം കളയണ്ട, പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന കമൻസ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മറന്നു പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സൺസ്ക്രീനിനെ കുറിച്ച് എന്നോട് നിതിൻ എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ബോയാണെന്ന് തോന്നുന്നു, അറിയില്ല, ബോയ് എന്ന രീതിയിലാണ് ആ പേരുള്ളത്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് എന്നോട് ഒരു ചോദ്യമായിട്ട് ചോദിച്ചതാണ്, ജസ്റ്റ് ഒരു കമൻറ്റ് തന്നതാണ്. ചോദ്യമാണോ ചോദിച്ചാൽ ചോദ്യമായിരിക്കും. ഓക്കെ, ചേച്ചി സൺസ്ക്രീൻ ഇടുമ്പോൾ മുഖക്കുരു വരുമോ എന്നാണ് ആൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ആ കമൻറ്റ് ഇവിടെ കൊടുക്കാം കേട്ടോ, ആളുടെ കമൻറ്റ് ഞാനിവിടെ കൊടുക്കാം. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിലേ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതായത് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ മുഖക്കുരു വരുമോ എന്ന് ചോദിച്ചാൽ, സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് നമ്മൾ ശരിയായ രീതിയിലുള്ള സൺസ്ക്രീൻ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖക്കുരു വരുന്നത് തടയാനായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, വേറൊരാൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ നമുക്ക് ചിലപ്പം പറ്റിയില്ല എന്ന് വരും. എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഒരുപോലെ ആയിരിക്കണം എന്നില്ല, പലർക്കും പലതരത്തിലുള്ള സ്കിൻ ടൈപ്പാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആണ്. ഓക്കെ, അപ്പം ഞാൻ ആ തരത്തിലുള്ള സൺസ്ക്രീനാണ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. ആദ്യം എനിക്കറിയില്ലായിരുന്നു, ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ച് വരുന്നത് കൊണ്ട് എനിക്കിപ്പോൾ അറിയാം എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന്. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് നോ പ്രോബ്ലം. ഓക്കെ, അത് നമ്മൾ സൺസ്ക്രീൻ ബോഡി ലോഷൻ ആണെങ്കിലും സൺസ്ക്രീൻ ക്രീം ആണെങ്കിലും ഓക്കെ, എന്താണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ ബോഡിക്ക് പറ്റുന്നതാണോ നോക്കിയിട്ട് വേണം, നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം വാങ്ങി യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കയ്യിലോ കാലിലോ ഒക്കെ ഒന്ന് ഇട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾ തലേന്ന് ഇട്ട് നോക്കുക, എന്നിട്ട് പിറ്റേന്നത്തേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കുക, എന്നിട്ട് വേണം നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു ക്രീമുകളും എന്ത് ക്രീമായിക്കോട്ടെ, നമ്മൾ ഇപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വാങ്ങിക്കാത്ത ക്രീമുകളൊക്കെ ആണെങ്കിൽ, നമ്മളിപ്പോൾ ആരുടെയെങ്കിലും പരസ്യമൊക്കെ കണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ, ഇപ്പം TV പരസ്യം കണ്ടിട്ട്, ഇതുപോലെ യൂട്യൂബേഴ്സ് പറയുന്നത് കണ്ടിട്ട്, ഇപ്പം എൻ്റെതാണെങ്കിലും ഇപ്പം ഞാൻ പറയുന്നതാണെങ്കിലും അങ്ങനെ നിങ്ങൾ വാങ്ങിക്കുമ്പം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഫേസിൽ യൂസ് ചെയ്യുക. ഓക്കെ, അത് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ചില ആളുകൾക്ക് ചില സൺസ്ക്രീനിനോട് അലർജി ഉണ്ടാവും. ഓക്കെ, അതന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ അതിലുള്ള ചേരുവകളോട് അവർക്കത് പറ്റത്തുണ്ടാവില്ല. അതിലുള്ള ചേരുവകൾ ചിലപ്പം അതിൻ്റെ ഉള്ള കെമിക്കൽസ് കാരണം അത് പറ്റത്തുണ്ടാവില്ല, അലർജി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സൺസ്ക്രീന് നമ്മൾ ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, അത് നമ്മൾ വാങ്ങി യൂസ് ചെയ്യുമ്പം 2 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഇന്നിപ്പോൾ യൂസ് ചെയ്ത് നാളേക്ക് അലർജി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് നിർത്തി വയ്ക്കുക. ഓക്കെ, അതായത് നമ്മൾ പിന്നെ യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അത് അവിടെ നിർത്തി വയ്ക്കുക, പിന്നെ നിങ്ങൾ ആ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, പിന്നെ ഓയിലി സ്കിന്നുകാർ ഓയിലി ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അവർ കഴിയുന്നതും ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീന്, അതുപോലെ ഓയിലി അല്ലാത്ത സൺസ്ക്രീൻ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഡ്യൂയി സൺസ്ക്രീൻ ഒന്നും വാങ്ങിക്കാണ്ടിരിക്കുക. അവർക്ക് അതിന് പറ്റിയ സൺസ്ക്രീനുകൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, മോയ്സ്ചറൈസർ ആയിട്ടും സൺസ്ക്രീൻ ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം ഓയിലി അല്ലാത്ത, എണ്ണമയമില്ലാത്തതും മുഖക്കുരു ഉണ്ടാക്കാത്തതുമായിട്ടുള്ള സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഓക്കെ, അതായത് നോൺ കോമഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്യുക എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് കൊടുക്കുക. പിന്നെ ഓക്കെ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമൻറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, പറയുന്നത് കേട്ടിട്ട് ബോറടിക്കുന്നുണ്ടാവില്ലേ? പിന്നെ ഞാൻ ഏതൊക്കെയാണ് നോൺ കോമഡോജനിക് ആയ സൺസ്ക്രീൻ എന്നുള്ളത് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. ഫസ്റ്റ് വൺ വരുന്നത് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ആണ്. പിന്നെ വരുന്നത് ഡേം ടോക്കിൻ്റെ സൺസ്ക്രീൻ ആണ്. പിന്നെ വരുന്നത് ഡോക്ടർ ഷത്തിൻ്റെ സൺസ്ക്രീൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, അതന്നെ പല സൺസ്ക്രീൻ ആയിട്ടുണ്ട്. അവരുടെയും പല ടൈപ്പുള്ള സൺസ്ക്രീൻ അവർ ഇറക്കിയിട്ടുണ്ട്. അത് മീൻസ് പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയിട്ടില്ല, ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയിട്ടില്ല, കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് പറ്റിയിട്ടില്ല, അങ്ങനെ. ഓക്കെ, അപ്പം ആ ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ വാങ്ങിയിട്ട് നിങ്ങളെ സ്കിൻ ഏതാണോ ഏത് ടൈപ്പാണോ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിച്ച് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് മുഖക്കുരു വരാനുള്ള സാധ്യത എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, നമ്മൾ യൂസ് ചെയ്യേണ്ടത് എണ്ണമയമില്ലാത്ത സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതായത് അവരുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ, നോൺ കോമഡോജനിക്സ് ആയ സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്യുക. അത്തരം സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടഞ്ഞു പോകാതെ നോക്കും. അപ്പോൾ നമുക്ക് മുഖക്കുരു വരാനുള്ള ചാൻസ് ഒക്കെ കുറയും. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം. ഓക്കെ, അതായത് നമ്മുടെ ചർമ്മം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഈ ഒരു മുഖക്കുരു വരുന്നതൊക്കെ തടയാനായിട്ട് പറ്റുള്ളൂ. മീൻസ് ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതായത് എണ്ണമയം അങ്ങനെ ഇല്ലാതാവും ഹൈഡ്രേറ്റഡ് ആയിരിക്കുമ്പം. കൂടുതൽ ഓയിലി സ്കിന്നുകാർ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ഓക്കെ, എങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ കിട്ടുന്നില്ല. കാരണം നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എണ്ണമയം കുറേയൊക്കെ അങ്ങ് കുറയും. പിന്നെ നിങ്ങൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. ഓക്കെ, ഫേസ് വാഷോ, നിങ്ങൾ ഏത് ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ഒന്നും ഇല്ല എങ്കിൽ പോലും നിങ്ങൾ സാധാ വെള്ളം കൊണ്ട് ജസ്റ്റ് ഒരു 3-4 തവണ വെള്ളം ഫേസിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യുക. ഓക്കെ, ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ ഫേസിലുള്ള ഡേർട്സും എണ്ണമയം ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം യൂസ് ചെയ്തിട്ട് രാവിലെയും രാത്രിയും നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകിയതിന് ശേഷം ഇടയ്ക്കുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം, സാധാ വെള്ളം തന്നെ യൂസ് ചെയ്തിട്ടൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓയിലി അങ്ങനെ അങ്ങ് പോകും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയി കിട്ടാനും അങ്ങനെ നമ്മുടെ ചർമ്മത്തിലുള്ള സുഷിരങ്ങൾ അടഞ്ഞു പോകാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ എന്ന് പറയുന്നത് എൻ്റെ കൂടെ പിറപ്പായി പോയിട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പം നമ്മുടെ ഫേസിലുള്ള എണ്ണമയം നിയന്ത്രിക്കുന്ന രീതിയിലുള്ള സൺസ്ക്രീൻ, അതായത് എണ്ണമയത്തെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള സൺസ്ക്രീനുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത്തരം സൺസ്ക്രീൻ, അതായത് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ അത്തരത്തിലുള്ള സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നല്ലോണം മുഖക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടുള്ള സൺസ്ക്രീൻ ഒന്നും വാങ്ങി യൂസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അത് നമ്മുടെ ഫേസിലുള്ള മുഖക്കുരുവൊക്കെ അധികം ആവാനായിട്ടും പിന്നെ അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചതിന് ശേഷം മാത്രം വാങ്ങിച്ച് യൂസ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത് ഈ എന്താ പറയുക, സെൻസിറ്റീവ് സ്കിന്നുകാരോടാണ്. നല്ല സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചതിന് ശേഷം മാത്രം മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ചില സൺസ്ക്രീനിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ നമ്മുടെ ചർമ്മത്തെ അസ്വസ്ഥമാക്കുകയും അതുപോലെ തന്നെ മുഖക്കുരു ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാക്കുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണമയമില്ലാത്തതും നോൺ കോമഡോജനിക്സ് ആയ സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം. തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.